ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ ഹോളി ബൗണ്ട് എന്ന മൂവിയാണ്. ഇതൊരു മലയാളം ഡോക്യുമെന്ററി മൂവിയാണ്. ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലെസ്ബിയൻ സ്റ്റോറിയാണ്. ഈ കുഞ്ഞു ഡോക്യുമെന്ററിയുടെ കഥ ഓൺലൈനറായിട്ട് പറഞ്ഞ് ഞാൻ വലിച്ചേട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. പിന്നെ സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഒരുപാട് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തൊരു മൂവിയായിരുന്നു ഇത്. എന്തായാലും അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഈ മൂവിയിൽ ഒരു സിംഗിൾ ഡയലോഗ് പോലും ഇല്ല. ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്ന ഓരോ രംഗങ്ങളും നമ്മുടെ ശബ്ദം വഴിയല്ലാതെ കാഴ്ചയിലൂടെ മനസ്സിലാക്കണം. അങ്ങനെ ഇപ്പൊ ഈ മൂവിന്റെ തുടക്കത്തില് ഒരു വലിയ കായൽ കാണിക്കുന്നു. ഇപ്പൊ ആ കായലിലൂടെ വഞ്ചി നുഴഞ്ഞു വരുവാണ് നമ്മുടെ മൂവിയിലെ നായിക. സംഭാഷണ രംഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മൂവിയിൽ ഇവളുടെ പേരെന്താണെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഇപ്പൊ വഞ്ചിയും കൊണ്ട് വന്ന അവളാണെങ്കിൽ അവളുടെ വീടിന് മുമ്പില് ആ വഞ്ചി കെട്ടിവെച്ചിട്ട് നേരെ വീട്ടിലേക്ക് കയറി വരുന്നു. നായികന്റെ വീട് കുറച്ച് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്. അതായത് പുറം ലോകമായിട്ട് ഇവർക്ക് അധികം ബന്ധമൊന്നുമില്ല എന്ന് കാണിക്കുന്നു. നായികന്റെ വീട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുള്ള ഭർത്താവ് ഉള്ളൂ. ഭർത്താവ് ഇപ്പൊ എന്തോ ജോലിക്ക് പോയിരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയ നായികയ്ക്കാണെങ്കിൽ ഭയങ്കര വയറുവേദന. കാരണം അവൾക്ക് ആ സമയത്ത് പീരീഡ്സിന്റെ ടൈം ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നായികയാണെങ്കിൽ ആ കായലിൽ പോയിട്ട് ഒന്ന് മുങ്ങി കുളിക്കുവാണ്. അതിനുശേഷം അവിടുത്തെ ബാത്റൂമിലേക്ക് വന്ന് അവള് വസ്ത്രമെല്ലാം മാറ്റുന്നു. അന്നത്തെ കാലത്ത് ആരും സാനിറ്ററി പാഡ് ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. ഇപ്പൊ നായികയാണെങ്കിൽ വെള്ള തുണിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞ് വസ്ത്രമെല്ലാം മാറ്റിയതിനു ശേഷം നമ്മുടെ നായികയാണെങ്കിൽ അവളെ വീട്ടിൽ കുറെ താറാവുകളെ വളർത്തുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടിലേക്ക് എത്തി അവരിട്ട മുട്ടയെല്ലാം കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നായികയാണെങ്കിൽ അടുക്കളയിലേക്ക് പോയിട്ട് വീട്ടിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്യുവാണ്. അതിനുശേഷം നായികയാണെങ്കിൽ വീടിനകത്ത് നിന്ന് വലിയൊരു കൊട്ടയെടുത്തുകൊണ്ട് അവളുടെ വഞ്ചിയിലേക്ക് വരുന്നു. ഇതേ സമയത്ത് വീട്ടിൽ അവൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടീനെ കാണിക്കുന്നുണ്ട്. നായിക വീട്ടിലുണ്ടെങ്കിൽ അത് നായികനെ പുറകെയൊന്നും മാറില്ല. എന്തായാലും ഇപ്പൊ നമ്മുടെ നായിക ആ കൊട്ടയെല്ലാം വഞ്ചിയിലെടുത്ത് വെച്ച് വഞ്ചി തുഴഞ്ഞ് ആ കായലിന്റെ നടുവിലേക്ക് എത്തുവാണ്. എന്നിട്ട് ആ കായലിലേക്ക് ഇറങ്ങി അവിടുന്ന് കക്ക വരുവാണ് അവിടെ. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നായികന്റെ ഭർത്താവിനെ കാണിക്കുന്നു. ഇയാളൊരു ചെത്തുകാരനാണ്. അങ്ങനെ ഇപ്പൊ അയാളുടെ ജോലിയെല്ലാം തീർത്ത് അയാളുടെ വഞ്ചി എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നായിക അവളുടെ കക്കവാരിലെല്ലാം തീർത്ത് വഞ്ചിയും തുഴഞ്ഞ് അവളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനിൽ വീട്ടിലേക്ക് എത്തിയ നായികയാണെങ്കിൽ അവൾ വാരിക്കൊണ്ടുവന്ന ആ കക്കയെല്ലാം വെള്ളത്തിലിട്ട് തിളപ്പിക്കുവാണ്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ജോലികൾ ചെയ്യുന്നു. അത് സെയിൽ ചെയ്യാൻ പാകത്തിനാക്കി എടുക്കുവാണ് നായിക. അങ്ങനെ ആ പണികൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നായികയാണെങ്കിൽ അവൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന താറാവുകൾക്കെല്ലാം തീറ്റയും കൊടുത്തിട്ട് കഴുകാനുള്ള കുറച്ച് തുണികളെല്ലാം കഴുകി അയാൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പണി കഴിഞ്ഞ് അവളുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ പണിയായുധങ്ങളെല്ലാം വീടിന്റെ സൈഡിലുള്ള സ്റ്റോർ റൂമിൽ വെച്ചിട്ട് അയാൾ വീടിന്റെ മുറ്റത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൈയും കാലും മുഖമൊക്കെ കഴുകുവാണ്. എന്നിട്ടൊരു വീഡിയോ എടുത്ത് കത്തിച്ച് അതും വലിച്ച് അയാളുടെ സ്റ്റെപ്പിൽ അങ്ങനെ ഇരിക്കുവാണ്. ഇതേ സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ വീട്ടിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പൊ വീഡിയോ വെച്ചുകൊണ്ട് അയാളാണെങ്കിൽ നായികൻ ഇങ്ങനെ നോക്കുവാണ്. അയാളുടെ മുഖത്ത് ഈ സമയത്ത് ഒരു കാമം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നായികയാണെങ്കിൽ നേരത്തെ റെഡിയാക്കി വെച്ച ആ കക്കയും കൊണ്ട് അത് സെയിൽ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും നായികന്റെ ഭർത്താവാണെങ്കിൽ അയാളുടെ ആ സെക്ഷൽ പ്ലഷർ തീർക്കാൻ വേണ്ടി നായികനെ പിടിച്ചു വലിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം നായിക എടുത്തുകൊണ്ട് വന്ന ആ കക്കയെല്ലാം താഴെ വീണ് പോകുന്നുണ്ട്. നായികനെ ഭർത്താവ് അങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതിലൂടെ ഇവരുടെ ഇടയിൽ ഒരു വേണ്ടത്ര ബോണ്ടിങ് ഇല്ല എന്ന് കാണിക്കുന്നു. അതായത് നായിക മനസ്സില്ലാ മനസ്സോടെയാണ് ഇയാളോട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നായികനെ അകത്തേക്ക് പിടിച്ചോണ്ട് പോയി നായികന്റെ അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ നായികന്റെ സമ്മതം ഇല്ലാതെ അയാളുടെ നായികയുമായിട്ട് ഫിസിക്കലി ഒന്നിക്കുവാണ്. ഈ സമയം നായിക പറയുന്നുണ്ടായിരുന്നു വേണ്ട എനിക്ക് പീരീഡ്സ് ആണെന്നൊക്കെ. എന്നാൽ അതുപോലും കേൾക്കാതെയാണ് അയാൾ അങ്ങനെയല്ല അവളോട് ചെയ്തത്. അങ്ങനെ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായികയാണെങ്കിൽ ഒരുപാട് വിഷമത്തോടു കൂടി കട്ടിലേക്ക് കിടന്നങ്ങനെ കരയുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ചേരം കഴിഞ്ഞ് നമ്മുടെ നായികയാണെങ്കിൽ നേരത്തെ പോകാൻ തീരുമാനിച്ച പോലെ തന്നെ ആ കൊട്ടയിലെ സാധനങ്ങളുമായിട്ട് ആ സെയിൽ ചെയ്യാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിലേക്കായിട്ട് പോവാണ്. കുറച്ചു മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെ വിഷമമെല്ലാം ഈ സമയത്ത് നായികന്റെ മുഖത്ത് കാണാനുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടേ കൊടുത്തതിന് ശേഷം നമ്മുടെ നായികയാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയ കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് ഒരു പ്രായമായ വ്യക്തിന്റെ വീട്ടിലേക്ക് എത്തുവാണ്. എന്നിട്ട് അവിടെ ഉറങ്ങിക്കിടന്ന അയാളെ വിളിച്ചെഴുന്നേപ്പിച്ച് അയാൾക്ക് ആ ഭക്ഷണം കൊടുത്തിട്ട് നായിക അവിടെ നിന്ന് പോകുന്നു. ഇയാൾക്ക് നായികയുമായിട്ടുള്ള റിലേഷനൊന്നും മൂവിയിലെ സംഭാഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇപ്പൊ അയാൾക്ക് ഭക്ഷണം കൊടുത്ത് അവിടെ നിന്ന് തിരികെ പോകുന്ന നായികനെ കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സിനിമ കട്ടാവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അന്ന് രാത്രി നമ്മുടെ നായികന്റെ ഭർത്താവ് മുറ്റത്ത് ആ കിണറിന്റെ അടുത്ത് നിന്ന് കുളിക്കുന്നതാണ്. അങ്ങനെ അയാളെ കുളിയെല്ലാം കഴിഞ്ഞ് അകത്ത് വന്നിട്ട് നായിക ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം കഴിക്കുന്നു. എന്നിട്ട് പോയിട്ട് കിടക്കുവാണ്. കുറച്ചേരം കഴിഞ്ഞ് നായികയും ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ഭക്ഷണം ആ വീട്ടിലുള്ള പട്ടിക്ക് കൂടെ കൊടുക്കുവാണ് നായിക. അതിനുശേഷം നായിക വീട്ടിലെ ബാക്കി ജോലികളെല്ലാം തീർത്തതിന് ശേഷം ഉറങ്ങാൻ വേണ്ടി വന്ന് കിടക്കുന്നു. എന്നാൽ ഈ സമയം അവളുടെ ഭർത്താവ് അവളെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് അയാളുടെ ഉദ്ദേശമെല്ലാം നായികയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഇനി ഇവിടെ കിടന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ അവിടുന്ന് ഒരു വിളക്കും എടുത്ത് മുറ്റത്ത് കുറച്ച് മാറിയുള്ള ഒരു മരത്തിന്റെ ഒട്ടി വന്നിരുന്ന് അങ്ങനെ വീട്ടിലേക്ക് പോകാതെ അവിടെ തന്നെ ഇരുന്ന് നേരം വെളുപ്പിക്കുകയാണ്. അവളുടെ ജീവിതം ഒരു നരക ജീവിതമായി പോയോണ്ട് അതിന്റെ പേരിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇതേ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നായിക ചെറുപ്പത്തിൽ അവളുടെ ഒരു കൂട്ടുകാരിയോടൊപ്പം ഒരുപാട് ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ ഓടിയിരിക്കുന്നത്. ശരിക്കും നായകന്റെ ആ കാലത്തായിരുന്നു നായിക അത്രയും നന്നായി മനസ്സ് തുറന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ കല്യാണമെല്ലാം കഴിഞ്ഞ് ഇവിടേക്ക് എത്തിയതിനു ശേഷം നായകന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ആ ചിരി മാഞ്ഞുപോയി. അങ്ങനെ ഇപ്പൊ ഇതുകൊണ്ടെല്ലാം ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന നായികനെ കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ആ സീനോടെ കട്ടാക്കുന്നത്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായികയാണെങ്കിൽ അവൾക്ക് കിട്ടിയ താറാമൂട്ടകളെല്ലാം അടുത്തുള്ള കടയിൽ കൊണ്ട് വിൽക്കുവാണ്. അങ്ങനെ അതിലൂടെ നായികയ്ക്ക് കുറച്ച് പൈസ കിട്ടുന്നു. അതിനുശേഷം നമ്മുടെ നായിക ആ കടയിൽ നിന്ന് തന്നെ കിട്ടിയ പൈസയിൽ കുറച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് കുറച്ച് ബണ്ണെല്ലാം വാങ്ങുന്നു. എന്നിട്ട് അടുത്ത സീനില് അതുകൊണ്ട് ആ പ്രായമായ വ്യക്തിന്റെ അടുത്തേക്ക് വീണ്ടും എത്തി അയാൾക്ക് അത് കൊടുത്ത് അയാളെ കൊണ്ട് അത് തീറ്റിക്കുവാണ്. എന്നിട്ട് നായിക കുറച്ചേരം അയാളുടെ കൂടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു. ഈ സമയത്താണ് എന്താണെന്നൊക്കെ കാണിക്കുന്നത്. തൊട്ടുമുമ്പത്തെ സീനിൽ നമ്മുടെ നായിക അവളൊരു കൂട്ടുകാരിയോടൊപ്പം
അവളുടെ ചെറുപ്പകാലത്ത് ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടുള്ള സീക്വൻസ് എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അവർ ആ സമയത്ത് ഫ്രണ്ട്സ് മാത്രമായിരുന്നില്ല, ശരിക്കും പാർട്ട്നേഴ്സിനെ പോലെയായിരുന്നു. അതായത് അവർക്കിടയിൽ ഒരു ലെസ്ബിയൻ റിലേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചെറുപ്പം മുതലേ അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. എന്നാൽ അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവരുടെ ബോണ്ടിങ് അവർക്ക് മനസ്സിലായി. അവരത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്താണ് നായികന്റെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം നായികന്റെ കൂട്ടുകാരിയാണെങ്കിൽ മടത്തിൽ ചേർന്ന് കന്യാസ്ത്രീയുമായി. എന്നൊരു പുരുഷന്റെ കൂടെയുള്ള ജീവിതം നായികയ്ക്ക് ആവശ്യമായിരുന്നില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് അവളുടെ ഫ്രണ്ടിനോടൊപ്പമുള്ള സന്തോഷപൂർണ്ണമായ ഒരു ജീവിതമായിരുന്നു, ഒരു ലൈഫായിരുന്നു. അതിലായിരുന്നു അവൾക്ക് സാറ്റിസ്ഫാക്ഷൻ. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പ്രസന്റ്ലി നമ്മുടെ നായിക ഭർത്താവിനോട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്തതെന്നും നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം നമ്മുടെ നായികയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുവാണ്. എന്നിട്ടിപ്പോ പഴയ അവളുടെ ഒരു പെട്ടിയെല്ലാം തുറന്ന് അതിലുണ്ടായിരുന്ന ആ ഫ്രണ്ടിന്റെ ഫോട്ടോ എല്ലാം നായിക എടുത്ത് നോക്കുന്നു. അങ്ങനെ വീണ്ടും അവൾ ഒരുപാട് ഫീൽ ആവുകയാണ്. അങ്ങനെ ആ സീനെല്ലാം കട്ടായി അടുത്ത സീനില് അന്ന് രാത്രി കാണിക്കുന്നു. നായിക ഇപ്പൊ വീട്ടിലെ അവളുടെ ജോലികളെല്ലാം ചെയ്ത് ഭർത്താവിനും ഭക്ഷണം കൊടുത്ത് അതിനുശേഷം അവളും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കിടക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് നായികന്റെ പീരീഡ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവളുടെ ഭർത്താവ് ഇപ്പൊ അവളോട് വളരെ ഹാർഡായി സെക്സ് ചെയ്യുവാണ്. അങ്ങനെ നായികന്റെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം വീണ്ടും ഓരോരോ ദിവസങ്ങളിലായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സിനിമ കട്ടെ അടുത്ത ദിവസവും നമ്മുടെ നായിക ആ പ്രായമായ വ്യക്തിയെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പതിപോലെ അവിടേക്ക് എത്തി നായിക അയാൾക്ക് ഭക്ഷണം കൊടുത്ത് കുറച്ചേരം അയാളുടെ കൂടെ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ആ കായലിന്റെ നടുവിലൂടെ ഒരു വഞ്ചിയില് രണ്ട് കന്യാസ്ത്രീകൾ പോകുന്നത് അവള് കാണുന്നത്. ഈ സമയത്ത് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് പണ്ട് മടത്തിൽ ചേർന്ന് അവളുടെ ആ ഫ്രണ്ടിനെ പറ്റി എല്ലാം ഓർമ്മ വരുന്നു. പണ്ട് ഇവര് രണ്ടുപേരും കൂടെ റൊമാൻസ് ചെയ്ത കാര്യങ്ങളും അവരൊരുമിച്ചുണ്ടായിരുന്ന സന്ദർഭങ്ങളും ആ ഓർമ്മകളെല്ലാം ഈ സമയത്ത് നായികന്റെ മനസ്സ് നിറയ്ക്കുവാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ചിന്തകൾ അവളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. നായികന്റെ ആ ഫ്രണ്ട് അവിടെ തന്നെയുള്ള മഠത്തിലെ കന്യാസ്ത്രീയായിരുന്നു. അങ്ങനെ ഇപ്പൊ എന്തായാലും ഈ സമയത്ത് നായിക ഒരു തീരുമാനം എടുക്കുവാണ്, അവിടെ പോയി അവളെ ഒന്ന് കാണാന്ന്. എന്നിട്ട് പണ്ടത്തെ പോലെ തന്നെ അവളുമായിട്ട് കണക്ട് ആവാമെന്ന്. കാരണം നായികന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളും മഠത്തിൽ ചേർന്നു പറയുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ആ കാലം മുതൽ ഈ കാലം വരെ അവര് തമ്മിലൊരു ബന്ധമില്ലായിരുന്നു. എന്നാൽ വീണ്ടും കണ്ടുമുട്ടി അവളുമായിട്ട് ആ പഴയ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാന്നാണ് നായകന്റെ പ്ലാൻ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക വഞ്ചി എടുത്തുകൊണ്ട് അങ്ങനെ ആ മഠത്തിലേക്ക് പോവാണ്. എന്നാൽ അവിടെയുള്ള ആ ഫ്രണ്ടിനെ അന്ന് നായികയ്ക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നായിക ഒരുപാട് സങ്കടപ്പെടുന്നു. ഈ ദുഃഖവും ദുരിതവും സങ്കടം നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന് നായികന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിലാക്സേഷൻ അവൾക്ക് വേണമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അവളെ ഫ്രണ്ടിനെ കാണാനും അവളുമായിട്ടുള്ള ആ പഴയ റിലേഷൻ പുതുക്കാനും പോകാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ ഇന്ന് പോയിട്ട് ഫ്രണ്ടിനെ കാണാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നായിക പോവാണ്. അങ്ങനെ ഇപ്പൊ ആ മഠത്തിലെത്തി അവിടുത്തെ സിസ്റ്ററിനോട് ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് നായിക സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന സിസ്റ്റർ ആണെങ്കിൽ നായികനെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് വിടുന്നു. അങ്ങനെ ഇപ്പൊ അവര് തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുവാണ്, അതും കുറെ നാളുകൾക്ക് ശേഷം. അങ്ങനെ ഇപ്പൊ തന്റെ കൂട്ടുകാരനെ കാണുന്ന സമയത്ത് സന്തോഷം കൊണ്ട് നമ്മുടെ നായികന്റെ കണ്ണു നിറയുന്നു. എന്നാൽ ഇപ്പൊ നായികന്റെ കൂട്ടുകാരി പണ്ടത്തെ പോലെ ഒരു സാധാരണ പെണ്ണല്ല, ഒരു കന്യാസ്ത്രീയാണ്, മടത്തി ചേർന്ന കന്യാസ്ത്രീ. അങ്ങനെ ഇപ്പൊ മനസ്സിൽ വേറെ ചിന്തയൊന്നും ഇല്ലാതിരിക്കുന്ന അവളാണെങ്കിൽ ഇപ്പൊ നായികനെ കാണുമ്പോൾ മാക്സിമം അവളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് അവളുമായിട്ട് ഡിസ്റ്റൻസ് കീപ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നായികന്റെ വരവിന്റെ ഉദ്ദേശം ശരിക്കും മനസ്സിലാവേണ്ടത് തന്നെയാണ് അവൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. ഈ സമയം നായിക ഒരുപാട് സങ്കടപ്പെടുന്നു. താൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് തന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നിട്ട് ഇപ്പൊ അവൾക്കും തന്നെ വേണ്ടല്ലോ എന്നൊക്കെ നായിക അങ്ങനെ ആലോചിക്കുകയാണ്. എന്നാലും നമ്മുടെ നായിക അവിടുന്ന് അവളുടെ ഫ്രണ്ടിനെ വിട്ട് തിരിച്ചു പോകാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഇപ്പൊ ആ മഠത്തില് നായികൻ താമസിക്കാൻ തുടങ്ങുവാണ്. ഇതേ സമയം നായകന്റെ വീട് കാണിക്കുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോ വീട്ടിലുള്ള നായികനെ കാണാത്തോണ്ട് ഇവളിത് എവിടെ പോയതാണെന്നൊക്കെ അയാൾ ആലോചിക്കുന്നു. അങ്ങനെ അയാൾ ഒരു ദിവസം കാക്കുവാണ്. എന്നാൽ അന്ന് നായിക വരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ആവുന്നു, അന്നും നായിക വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ വീട്ടിലെ അയാളുടെ ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം ആകെ കഷ്ടത്തിലാവുകയാണ്. അങ്ങനെ ആദ്യത്തെ 2 ദിവസം അയാൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചത്. എന്നാൽ 3ാമത്തെ ദിവസം കഴിക്കാനായിട്ട് അയാളുടെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായിക വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന അവളുടെ 2 താറാവിനെല്ലാം അയാൾ പിടിച്ചുകൊണ്ട് വിൽക്കുവാണ്. എന്നിട്ട് അതുകൊണ്ട് പുട്ടടിക്കാൻ തുടങ്ങുന്നു. ഇതേ സമയം ആ മഠത്തിലുള്ള നായികനെ വീണ്ടും കാണിക്കുവാണ്. നായിക ഇപ്പൊ അവളുടെ മനസ്സിലെ ഉദ്ദേശങ്ങളെല്ലാം അവളുടെ ഫ്രണ്ടിനെ ഇങ്ങനെ നോക്കിയിരുന്ന് അവളെ ബോധ്യപ്പെടുത്തുവാണ്. എന്നാൽ തന്റെ ഇപ്പത്തെ ശാന്തമായ ജീവിതം അത് തകർത്ത് കളയാൻ അവൾ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ ഫ്രണ്ട് ഒരു വഴിക്ക് ഒക്കാത്തതുകൊണ്ട് തന്നെ നായികയാണെങ്കിൽ അവളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ വസ്ത്രങ്ങളില് നായികന്റെ ആഗ്രഹങ്ങളെല്ലാം തീർക്കുവാണ്. ഇതെല്ലാം ഇതേ സമയത്ത് നായികന്റെ ഫ്രണ്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചയെല്ലാം കാണുന്ന സമയത്ത് അവൾക്കും പഴയ അവരുടെ റിലേഷനെ പറ്റി എല്ലാം ഓർമ്മ വരുന്നു. അങ്ങനെ അവളും ചെറുതായിട്ട് ആ ഫീലിംഗ്സിലേക്കൊക്കെ വരുവാണ്. എന്നാലും അവളുടെ കൺട്രോൾ പോകുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന എപ്പോ തോന്നിയാലും അവള് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം എൻഗേജ് ആവാൻ ശ്രമിക്കും. അങ്ങനെ അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഇതേസമയം വീട്ടിൽ ഒറ്റയ്ക്കുള്ള നായികന്റെ ഭർത്താവാണെങ്കിൽ എല്ലാ ദിവസവും ഫുഡിന് വേണ്ടി നായികന്റെ ഓരോ താറാവിനെ പിടിച്ചോണ്ട് പോകുന്നു പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിടിച്ചോണ്ട് പോയി ആ കൂട്ടിലെ താറാവെല്ലാം തീരുവാണ്. അടുത്ത സീനിൽ ആ മഠത്തിലുള്ള നായകന്റെ ഫ്രണ്ടിനെ കാണിക്കുന്നു. കാര്യം അവള് കന്യാസ്ത്രീ ആയെങ്കിലും നായിക ഇങ്ങോട്ട് വന്നതിന് ശേഷം അവളുടെ മൈൻഡ് അവൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അതായത് അവളുടെ ഫോക്കസ് എല്ലാം പലപ്പോഴും മാറിപ്പോവാണ്. ഇപ്പൊ കൂടി രാത്രിക്ക് അവള് നായികയുടെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ ഞെട്ടി എഴുന്നേക്കുവാണ്. അവളുടെ മനസ്സിൽ നായികന്റെ ഉള്ളിലുള്ള പോലത്തെ ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഇനി ആ പഴയ ജീവിതത്തിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ച് അവൾ മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ അവൾക്കും അതിന് പറ്റാത്തൊരു സിറ്റുവേഷനിൽ എത്തിയെന്നാണ് ഈ ഒരു സാഹചര്യത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. അടുത്ത സീനിൽ വീണ്ടും നായികന്റെ വീട് കാണിക്കുന്നു. ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് താറാവും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അയാൾ അകപ്പെട്ടു പോവുകയാണ്. ഈ ഒരു സമയത്താണ് അയാൾക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭാര്യനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന്. അങ്ങനെ അയാൾ ഭാര്യനെ പറ്റി അതായത് നായികനെ പറ്റി ശരിക്കും അന്വേഷിക്കുന്നു. അങ്ങനെ നായിക അവിടെ അടുത്തുള്ള മഠത്തിലാണെന്നുള്ള കാര്യം അയാൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം
ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ പോയി അവളെ കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ അയാൾ തീരുമാനിക്കുവാണ്. അങ്ങനെ പ്ലാൻ ചെയ്താൽ അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ ആ മഠത്തിലേക്ക് എത്തി. അവിടുത്തെ സിസ്റ്ററിനെ കണ്ട് ഇന്ന പോലെ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് അയാൾ പറയുന്ന സമയത്ത് ആ മഠത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മറുത്ത് പറയാൻ കഴിയുമോ? അങ്ങനെ ഇപ്പൊ അവരാണെങ്കിൽ നായികനെ അയാളുടെ കൂടെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഒരുപാട് സങ്കടപ്പെട്ട് നായിക അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നായികന്റെ ആ കൂട്ടുകാരിക്കും കണ്ടു നിൽക്കേണ്ടി വരുവാണ്. അങ്ങനെ ആ സീനോടൊക്കെ അന്ന് വീട്ടിലേക്ക് എത്തിയ നായികനെ കാണിക്കുന്നു. ഓൾറെഡി നമ്മുടെ നായകന്റെ ഭർത്താവ് ഒരു കാമോപരി പിടിച്ചവനായിരുന്നു. ഇത്രയും ദിവസം നായകനെ കിട്ടാത്തതുകൊണ്ട് അയാളാകെ ആർത്തി പിടിച്ചിരിക്കുവായിരുന്നു. ഇപ്പൊ നായിക തിരിച്ചെത്തിയോണ്ട് തന്നെ അയാളുടെ ആർത്തി എല്ലാം തീർക്കുവാണ്. അതായത് സെക്ഷലി നായികനെ അത്ര അധികം ഉപയോഗിക്കുവാണ് അയാള്. അടുത്ത ദിവസം രാവിലെ നായിക എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് താറാവുകളൊന്നും ഇല്ലാതെ കിടക്കുന്ന ആ കൂടാണ്. അങ്ങനെ അയാൾ എല്ലാത്തിനെയും പിടിച്ചോണ്ട് പോയി എന്നുള്ള കാര്യവും നായിക മനസ്സിലാക്കുന്നു. അങ്ങനെ ഇപ്പൊ ഒരുപാട് നിരാശയോട് കൂടി നായിക പണ്ട് ചെയ്യാറുള്ളത് പോലെ അവിടെ കക്ക വരാൻ വേണ്ടി അവൾ എത്തുവാണ്. അങ്ങനെ ഇപ്പൊ വൈവ് കിട്ടാതെ അവൾ ആ കരയിൽ അങ്ങനെ ഇരിക്കുന്ന സമയം ആരോ വന്ന് അവളുടെ തോളി പിടിക്കുവാണ്. അപ്പൊ നായിക തിരിഞ്ഞു നോക്കുമ്പോ വന്നത് ആരാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ കൂട്ടുകാരിയാണ്. അവള് വന്നിരിക്കുന്നത് പണ്ട് നഷ്ടമായി പോയവരുടെ റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് അന്ന് നായിക ആ മഠത്തിലേക്ക് എത്തി അവളെ അപ്രോച്ച് ചെയ്ത പോലെ ഇപ്പൊ ഇവളുടെ അടുത്തേക്ക് എത്തി നായികന്റെ ഫ്രണ്ട് ഇവളെ അപ്രോച്ച് ചെയ്യുവാണ്. അങ്ങനെ ഇവര് തമ്മിലുള്ള ആ പഴയ ബന്ധം അതായിരുന്നല്ലോ നായിക ആഗ്രഹിച്ചത്. അങ്ങനെ ഇപ്പൊ എന്തായാലും അവൾ അതിനുവേണ്ടി വന്ന സമയം നായിക ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ഇപ്പൊ സന്തോഷം കൊണ്ട് നമ്മുടെ നായിക ഈ സമയത്ത് ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് വഞ്ചി എടുത്ത് ആരും കാണാത്ത ആ കായലിന്റെ ഒരു ഏരിയയിൽ പോയിട്ട് ആ വഞ്ചിയിൽ ഇരുന്നുകൊണ്ട് തന്നെ റിലേഷനിലാവുകയാണ്. അങ്ങനെ അവരുടെ ആ ഫിസിക്കൽ റിലേഷനും കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തീം പറയുന്ന ഒരു മൂവി ആയിരുന്നു ഇത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മൂവിയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഒരുപാട് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത ഒരു മൂവി ആയിരുന്നു ഇതെന്ന്. സോ ഈ മൂവി കണ്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.